കാർഷിക വിളകളും കൊന്നപ്പൂവും കണ്ണനു മുന്നിൽ നിരത്തിവെച്ച് കണി കാണുവാൻ മലയാളക്കര ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി രാവിലെ മുതൽ പുനലൂർ വിപണിയിൽ തിരക്കേറിയിരുന്നു. കണിക്കൊന്നകളുമായി വഴിയോര കച്ചവടക്കാർ സജീവമായി. 5 രൂപ മുതലാണ് ഒരു പിടി കൊന്നപ്പൂവിന് വിലയിടാക്കുന്നത്. പച്ചക്കറിക്കടകളിലും പഴക്കടകളിലും കൊന്നപ്പൂ വിൽപ്പന തകർക്കുന്നുണ്ട്. വിഷു പ്രമാണിച്ച് പഴവർഗ്ഗങ്ങൾക്ക് കാര്യമായ വിലക്കയറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എങ്കിലും ഓറഞ്ച് കിലോയ്ക്ക് 60 രൂപയായിട്ടുണ്ട്. മുന്തിരി 50, ആപ്പിൾ 150, മാമ്പഴം 60 എന്നിവയാണ് ഓരോ കിലോയ്ക്കും വില ഈടാക്കുന്നത്. എല്ലാ പഴവർഗ്ഗങ്ങളും കൊന്നപ്പൂവുമടക്കം 100 രൂപയുടെ വിഷു കിറ്റുകളും വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഈ വിഷുവിന് പച്ചക്കറിക്ക് റെക്കോർഡ് വിലയാണെന്നാണ് കച്ചവടക്കാരുടെ ഭാഷ്യം. വിഷു പ്രത്യേകിച്ച് വിഷുവാണെന്നും പറഞ്ഞുള്ള വിപണിയൊന്നുമില്ല. പൊതുവെ സാധനങ്ങൾക്കൊക്കെ പച്ചക്കറിക്ക് തമിഴ്നാട്ടിൽ ഇവിടുത്തേനേക്കായി വിലയും കൂടി. ആ സാധനങ്ങൾ കൂടെ കൊണ്ടുവന്ന് കച്ചവടക്കാർക്ക് വിറ്റ് ലാഭം എടുക്കാനുള്ള സന്ദർഭമല്ല ഇപ്പോൾ. പിന്നെ വിപണി എന്നുള്ള തരത്തിൽ വില കൂടിയാലും വില കുറഞ്ഞാലും തൊഴിൽ ചെയ്തേ പറ്റുന്നതിൻ്റെ പുറത്ത് കച്ചവടം ചെയ്യുക എന്നുള്ള എല്ലാവരും കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഇപ്പം നഷ്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ആകെ വില കുറവുള്ളത് സവാളയും കൊച്ചുള്ളിയും മാത്രമേ ഉള്ളൂ. ബാക്കി പച്ചക്കറിക്കെല്ലാം റെക്കോർഡ് വിലയാണ്. തമിഴ്നാട്ടിൽ നിന്നും കാര്യമായ വരവൊന്നും പച്ചക്കറിയിൽ ഇല്ലെന്നും ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമാണ് വൻതോതിൽ പച്ചക്കറി വിഷുവിനായി എത്തിയിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. എങ്കിലും വിഷുക്കണിയിലെ പ്രധാനിയായ കണിവെള്ളരി തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത്. 1 കിലോ വെള്ളരിക്ക് 30 രൂപയാണ് വില. കഴിഞ്ഞ വർഷം വെള്ളരിക്ക് ഏറെ ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത്രയുമില്ലെന്നും സുലഭമായി തന്നെ വെള്ളരി ലഭ്യമാണെന്നും കച്ചവടക്കാർ പറയുന്നു. വിഷു ഒരുങ്ങാൻ ചക്കയും മാങ്ങയും ഉൾപ്പെടെ നാടൻ വിഭവങ്ങൾ വരെ ചന്തയിൽ നിന്നും വില കൊടുത്തു വാങ്ങുന്ന മലയാളികളുടെ ശീലത്തിന് ഈ വിഷുവിലും ഏറെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാർഷിക വിളകളുടെ ഉത്സവമായ മേടവിഷുവിലും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല. ഈ വർഷത്തെ വിഷു വിപണിയും നേട്ടം അന്യസംസ്ഥാനങ്ങൾക്ക് തന്നെ. സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.